ഹലോ കൂട്ടുകാരെ, കൊൽക്കത്തയിലുള്ള മദേഴ്സ് വാക്സ് മ്യൂസിയം കാണാത്തവരും കാണാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. വെസ്റ്റ് ബംഗാൾ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ 5ാമത്തെയും 6ാമത്തെയും നിലകളിൽ കൊൽക്കത്തയിലെ ന്യൂ ടൗൺ ആക്ഷൻ ഏരിയ 2-ൽ സ്ഥിതി ചെയ്യുന്ന മെഴുകു മ്യൂസിയമാണ് മദേഴ്സ് വാക്സ് മ്യൂസിയം. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങിലോട്ട് കയറുമ്പോൾ നമുക്കത് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പാകത്തിന് അവർ കുറേ ഫ്രെയിമുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ലിഫ്റ്റിൽ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബ്ലൂ ഫ്ലൂറസൻ ലൈറ്റ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഭംഗിയാക്കിയിട്ടുള്ള ഒരു റൂം കാണാം. അവിടെയാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 250 രൂപ കൊടുത്ത് 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. രാത്രി 7:30 വരെയാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നെടുത്ത് സെക്യൂരിറ്റിയെ കാണിച്ചതിന് ശേഷം മ്യൂസിയത്തിനുള്ളിലേക്ക് കയറാം. അപ്പോൾ അവിടെ ആദ്യം തന്നെ കാണുന്നത് മഹാത്മാഗാന്ധിജിയാണ്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒത്തിരി പേരെ നമുക്ക് അവിടെ കാണാവുന്നതാണ് കേട്ടോ. നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ഓരോ സ്റ്റേച്യൂസും അവരുണ്ടാക്കിയിട്ടുള്ളത്. ഓരോ സ്റ്റാച്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടും അവരുടെ നേട്ടങ്ങളും അവരേതൊക്കെ മേഖലയിലാണോ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതെങ്കിൽ ആ കാര്യങ്ങളും അവരുടെ ഫോട്ടോസും എല്ലാം വെച്ച് നല്ല രീതിയിൽ തന്നെ ഓരോ സ്റ്റാച്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സെക്ഷനായിട്ടാണ് ഈ ഒരു സ്റ്റാച്യൂസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശാസ്ത്ര സാഹിത്യ സാമൂഹിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ, അതുപോലെ ബോളിവുഡ്, ഹോളിവുഡ്, അതുപോലെ കോമിക്കായിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ താരങ്ങൾ, അതുപോലെ ആനിമേഷൻ ക്യാരക്ടേഴ്സ്, പിന്നെ പാട്ട് പാടുന്നവർ, അങ്ങനെ പല വിഭാഗത്തിലും പല മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരായ വ്യക്തികളെ നല്ല ഭംഗിയായിട്ട് നല്ല റിയലിസ്റ്റിക്കായിട്ട് വാക്സ് സ്റ്റാച്യൂസ്, ഓരോരുത്തരുടെയും വാക്സ് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 50-ൽ പരം സ്റ്റാച്യൂസുകളാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത്. ഈ ഓരോ സ്റ്റാച്യൂസിൻ്റെ കൂടെ നിന്നിട്ടും നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ കാണാനായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയം തന്നെയാണ് ഈ ഒരു മദേഴ്സ് വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാച്യൂസ് മാത്രമല്ല, വാക്സ് സ്റ്റാച്യൂസ് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിമുകളൊക്കെ വെച്ച് കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പാകത്തിന് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൊടാനൊന്നും പാടില്ല കേട്ടോ വാക്സ് സ്റ്റാച്യൂസ്. പക്ഷെ നമുക്ക് അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അമിതാഭ് ബച്ചൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ മിഥുൻ ചക്രവർത്തി സാറ്, അപ്പോൾ ഒരു ഡിസ്കോ സ്റ്റേജൊക്കെ പോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെയാണ് ആ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയാണ് ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം കാണാനായിട്ട്. ഓരോ സ്റ്റാച്യൂസിൻ്റെ അവിടെ എത്തുമ്പോഴും ആ ഒരു സ്റ്റാച്യൂസിനെ യോജിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കുകളും എല്ലാമായിട്ട് നല്ല രസമായിരുന്നു ആ ഒരു കണ്ടുകൊണ്ടുള്ള യാത്ര. കുട്ടികൾക്കായാലും ഒട്ടും ബോറടിക്കില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ താരങ്ങൾ ഒട്ടനവധി ഉണ്ട് കേട്ടോ അവിടെ. അതേപോലെ ആനിമേഷൻ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം. അങ്ങനെ നമ്മൾ കണ്ട് നടന്നു വരുമ്പോൾ ഒരു ചെറിയ ഒരു റൂം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഈ ഒരു സ്റ്റാച്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു മുറിയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പ്രേതങ്ങൾ പോലെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേ ആ ഒരു ഇരുട്ടറ പോലെയാണ് കേട്ടോ. ഒരു ബ്ലാക്കായിട്ട് ഇങ്ങനെ ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ റെഡ് ലൈറ്റൊക്കെ വെച്ചിട്ട്, പിന്നെ മ്യൂസിക് ആയാലും അതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ്. അങ്ങനെ അതെല്ലാം കണ്ട് നമുക്ക് അവരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു റൂമെന്ന് പറയുന്നത് ടാറ്റു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂമാണ്. അപ്പോൾ ആ ഒരു റൂമിലേക്ക് പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ രീതിയിൽ ലൈറ്റുകളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗവും ഓരോ എന്താ പറയുക, പുതിയ സ്ഥലങ്ങളിലേക്ക് കടക്കുന്നത് പോലെയാണ് കേട്ടോ. നമുക്ക് ഒട്ടും ബോറടിക്കില്ല ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഏരിയകളാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ടാറ്റു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിനുൾഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വാളിലേക്കും ലൈറ്റുകൾ പല പാറ്റേണിലും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മ്യൂസിക്കും ഉണ്ട് കേട്ടോ ആ റൂമിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ടാറ്റു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഡാൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പറ്റിയ ഒരു
റൂമാണ്. നല്ല രസമാണ്. പല പല പാറ്റേണിലെ ലൈറ്റുകൾ, കുറേ നമുക്ക് ഫ്ലാഗിൻ്റെ രീതിയിലും അതുപോലെ ഹാർട്ടുകൾ, അങ്ങനെ പല പാറ്റേണിലും നമുക്ക് ലൈറ്റ് ഓരോ വാളിലും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു നല്ല ഒരു ഏരിയ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ടാറ്റു ലൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ഏരിയയിൽ നമുക്ക് ടീഷർട്ട്, അതുപോലെ കുറച്ച് ഫ്രെയിമുകൾ, ഫോട്ടോസ്, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. പക്ഷെ അവിടെ പൈസ കുറച്ച് കൂടുതലായിരുന്നു. എങ്കിലും ആവശ്യമുള്ളവർക്ക് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വാക്സ് മ്യൂസിയത്തിൻ്റെ ഭാഗത്തുള്ളത് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന പലരെയും നേരിട്ട് കാണാൻ സാധിക്കാത്ത കുറേ പേരെ നമുക്ക് ഈ ഒരു സ്റ്റാച്യൂവിലൂടെ അവരുടെ കൂടെ നിൽക്കാനും അവരെ കാണാനൊക്കെ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മദേഴ്സ് വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത്. ആർക്കും അങ്ങനെ ബോറടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഈ ഒരു വാക്സ് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ അവിടെ ഒരു റെഡ് ലൈറ്റും പെയിൻറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു റൂമാണ്. അവിടെ നമുക്ക് കുട്ടികൾക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അതിനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഈ ഒരു വാക്സ് മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ നിന്നും ആ ഒരു ഫ്ലോറിൻ്റെ മുകളിലെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയതായിട്ട് സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ നിന്നുള്ള ഏറ്റവും മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിലേക്ക് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് പോയാൽ നമുക്കവിടെ ഫുഡ് കഴിക്കാനും ഒരു കൊൽക്കത്തയുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ നമ്മൾ ആ ഒരു വാക്സ് മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന വ്യക്തികളുടെ സ്റ്റാച്യൂസിൻ്റെ ഫോട്ടോസ് ഞാൻ സെപ്പറേറ്റ് ഇട്ടതാണ്. അവരുടെ പേര് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.